ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. ഇപ്പം ടിക്കറ്റ് എടുത്തിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെളുപ്പിന് എണീറ്റിരിക്കുകയാണ് ഗൈസ്. എണീറ്റ് ഒരു 4 മണിക്കാണ്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ പോണത്. ഇവിടെ അടുത്തുള്ള അമ്പലമല്ല, നമ്മൾ അങ്ങാടിപ്പുറം എന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രെയിനിന് വേണം പോവാൻ. സോ ഞങ്ങൾക്ക് ഇവിടുന്ന് 5:30ക്കാണ് ട്രെയിന്. അപ്പം ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഗൈസ്. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, 5:15 സമയം. 5:30ക്കാണ് ട്രെയിന്. ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അമ്മ, ഈ സ്കൂട്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഒരു സ്പീഡാണ്. എന്താന്നറിയോ എന്റെ ഈ കണ്ണിൽ ഈ തിളക്കം കണ്ടോ? എന്റെ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഞാൻ ലെൻസ് വെക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കഴിച്ചു. അതാണ് നേരെ വൈകിയത്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ലെൻസ് വെക്കണത്. പക്ഷെ ഒരു നോർമൽ പേഴ്സൺ ഫസ്റ്റ് ടൈം നോക്കുമ്പോ എന്താ മണിക്കൂർ അല്ല, ഒരു 15. പിന്നെ ഒരു ലെൻസ് ഞാൻ വിചാരിച്ചു താഴെ പോയെന്ന് വിചാരിച്ചു. താഴെ മൊത്തം തപ്പുക, ഇടാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ താഴെ മൊത്തം തപ്പുക. പക്ഷെ താഴെ പോയിട്ടില്ല, കണ്ണാടിമേൽ ഇരിക്കണ്ടേന്നത്, കണ്ണാടി മുട്ടിരിക്കണ്ടേന്ന്. ഫ്രണ്ട്സ്, അപ്പം 5:35 ഞങ്ങൾക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കേൾക്കണം നിങ്ങൾക്ക്. അമ്മ അവിടെ സ്കൂട്ടി നിർത്തിയപ്പം ട്രെയിൻ ഹോൺ അടിച്ചു. പിന്നെ അപ്പ പോകും. അപ്പൊ എന്നോട് ഹോൺ അടിച്ചപ്പോ ഞാൻ പറ്റേ ഇവരൊക്കെ പറയുന്നത് വെട്ടത്തൊക്കെ വരും ഓടിയതാണോ. ഞാൻ കണ്ടിട്ടില്ല വെട്ടം. പിന്നെ ഇവിടെ എത്തിയപ്പം ട്രെയിന് പോയി. ഞങ്ങൾ എന്നിട്ട് ഞാൻ ഓടിക്കാറൊക്കെ കണ്ടോ. അമ്മ ഞാൻ കുറേ കാര്യം വലിച്ചിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പോകണ്ടേ, ദേവ് കേറാന്ന്. വണ്ടി പൊക്കോണ്ടിരിക്കയാണ്. അങ്ങനെ കയറാൻ പറ്റില്ല, പോയിക്കൊണ്ടിരിക്കല്ലേ വണ്ടി. എന്തായാലും ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. ഇപ്പൊ 5:30 ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കാതെ കയറാൻ. അതായത് കൂടെ എന്റെ ഫ്രണ്ടും കുട്ടികളും ഉണ്ട്. അപ്പൊ അവര് ടിക്കറ്റ് എടുക്കുന്ന പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. നേരം വിട്ടു ഗൈസ്. ഞങ്ങൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണിത്. പക്ഷെ 7 മണിക്ക് എടുക്കുള്ളൂ. നേരം വിട്ടുണ്ടായി ഗൈസ്. ടിക്കറ്റ് എടുത്തു ഫൈനലി. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയിരിക്കുന്നു. ഓടാതെ നടന്ന് വന്ന് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സംഭവം ലേറ്റ് ആയിട്ട് അത് മിസ്സായി പോകുന്നത്. ട്രെയിന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും മിസ്സാവും. ഇപ്പം മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയാലോ, എവിടെ പോയാലും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ അപ്പം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അത് കിട്ടുന്നു. പക്ഷേ ഇത് നമുക്ക് കിട്ടിയില്ല ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, അമ്മേൻ്റെ ഫ്രണ്ടും ഉണ്ട്, ഫ്രണ്ടിൻ്റെ മക്കളും ഉണ്ട്. അപ്പോൾ അത് അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ ദിയമോള് വന്നില്ല കേട്ടോ. ദിയമോള് വരുന്നില്ല എന്ന് പറഞ്ഞു. ചൂടാണ്, ഞാൻ ഇങ്ങനെ വരിക. അതെ അതെ, അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ നബാട്ടി കഴിക്കുകയാണ്. പക്ഷെ എനിക്ക് രാവിലെ തന്നെ മധുരം കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. സോ ഞാൻ 1 കഴിച്ചിട്ടുള്ളൂ. പിന്നെ ലിറ്റിൽ ഹാർട്ട് 1 കഴിച്ചു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് 7:05. പതിയെ കയറി 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഗൈസ്. ഇവിടെ ഫൈനലി ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ അങ്ങാടിപ്പുറം എത്തി. കുറെ പേരുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങാൻ. അപ്പം കുറച്ചേരം വണ്ടി നിർത്തിയിട്ടുള്ളൂ. 2 മിനിറ്റ് നിർത്തിയിടുക. പോയാലോ? ഇവിടുന്ന് കുറച്ച് പോകാണ്ട്, ഓട്ടോയ്ക്ക് പോകാനുണ്ട്. പോവാം. ഫ്രണ്ട്സ്, കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ എവിടെയോ മറ്റേ വടി കുത്തിയ പാടൊക്കെ ഉണ്ട് പറഞ്ഞു. പാടം മീൻസ് പണ്ടത്തെ ആൾക്കാർ വടി ഇങ്ങനെ കുത്തി നടന്നതിന് പാറയമലുണ്ട് പറഞ്ഞിട്ട്.
പുതിയ അറിവാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തി. ബാക്കിൽ കാണുന്നതാണ് അമ്പലം. ഇതായി കാണുന്നതാണ് കേട്ടോ അമ്പലം. ദേവ് ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്? അല്ല, അതിന് മുന്നേ വന്നിട്ടില്ലേ? എന്തോ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെന്നാണ് അതാണ് എനിക്കൊരു ഓർമ്മ. എവിടെയോ കണ്ട് ഞാനോട് ചോദിച്ചു, നീ അതിന് മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണെന്ന് ഓർമ്മ കിട്ടണില്ല. ഇവിടെ പൂരം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, കുറച്ചായിട്ടുള്ളൂ ഇവിടെ പൂരം കഴിഞ്ഞിട്ട്. ബാക്ക് പോവാ. ആ പൂരത്തിനാണല്ലേ ഈ സൈഡിൽ ഇത് തിരി കത്തിച്ചു. ആ ഫ്രണ്ട്സ്, അപ്പം ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ എടുക്കാം. കൈസ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ദേവു ഫോട്ടോഷൂട്ടിലാ? ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞങ്ങളിവിടെ ഒരു കുളം ഉണ്ട്. അപ്പം ഞങ്ങൾ കുളത്തിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളത്തിലല്ല, ഈ സ്റ്റെപ്പയിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തൊഴുത് താഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു കടവുണ്ട് ഗൈസ്. സോ ഞങ്ങൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ വന്ന് ഇരുന്ന് ഫോട്ടോ എടുത്തു ഗൈസ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ പോയിട്ടില്ലേ? ഇനി പോസ്റ്റുകളും സ്റ്റോറികളും റീൽസും വരുന്നതാണ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട്. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഐ മീൻ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഏരിയ ആണിത്. ഇല്ല, പുറം വശം. നമ്മൾ ട്രെയിൻ ഇറങ്ങി നടന്നു വരികയാണെങ്കിൽ ഈ പാടത്ത് കൂടെ നടന്നു വരിക. ആണോ? നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ ആ ഫ്രണ്ട് വശത്ത് കൂടെ വന്നത്. അപ്പോൾ ഈ പാടത്ത് കൂടെ എളുപ്പമായിരിക്കും അല്ലേ? എളുപ്പമായിരിക്കും, പക്ഷെ ഒരു 10 മിനിറ്റ് നടക്കാണ്ടാവും. അമ്മേ, ലെൻസ് നോക്കട്ടെ. ലെൻസ് ഇട്ടെന്ന് അറിയണന്നല്ല, എൻ്റെ ശരിക്കും എൻ്റെ കണ്ണിന്റെ കളർ തന്നെയാണത്. കുറച്ചുകൂടി ഡാർക്ക് ഉണ്ട്. ഞാൻ മനഃപൂർവ്വം വാങ്ങാഞ്ഞതാ. എന്താ? അത് ഞാനേ സായിപ്പത്തികളൊക്കെ ഇട്ട് കണ്ടപ്പം കുറുക്ക് നല്ലോണം അറിയണ്ട. അപ്പം ചോദിച്ചു, നല്ലോണം അറിയണ്ടാവും ചോദിച്ചു. പിന്നെ മനസ്സിലായി സ്കിൻ ടോൺ. ഒന്ന് എടുത്തിട്ടല്ലേ ആരും അറിയില്ല. ഇത് വെക്കാൻ പെട്ട പാട്. ഞാനല്ലോ ഫസ്റ്റ് ഈ കൈമേലെടുത്ത് ഈ കൈമേലെടുത്തിട്ട് കിട്ടണില്ല. പിന്നെ നഗുള്ള കൈമേലെടുത്ത് നോക്കി. ഈ 2 നഗുള്ള കൈമേൽ എടുത്ത് നോക്കിയിട്ടാണ് വെച്ചിട്ടാണ് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ഇവിടെ വെച്ച്, പിന്നെ അത് കണ്ണട് നിറഞ്ഞ് കരഞ്ഞ് ഞാൻ എന്നിട്ട് ഇങ്ങനെ കണ്ണൊന്ന് ചുറ്റി. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് വന്ന്. എന്റെ വിചാരം ഇനി ഇത് എടുക്കാൻ കുറച്ച് പാടുപെടുക. എടുക്കാനല്ലേ സുഖം ശരിക്കും. ശരിക്കും എടുക്കാനത് ഞാൻ പെട്ടെന്ന് എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ഉണ്ടല്ലോ വെച്ച ആ ടൈമില് ഭയങ്കര കണ്ണിൽ കരട് കയറിയ മാതിരിയാണ് കണ്ണടയ്ക്കുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം നമ്മളെ കണ്ണിൽ കറ പിടിച്ചാൽ മതി. ആണോ? കണ്ണ് കാണില്ലേ? അതല്ല, കാണുന്നുണ്ട്. പക്ഷെ കണ്ണടയ്ക്കുമ്പോ നമ്മള് കറ പിടിക്കുമ്പോ ഒരു ഒരതലില്ലേ, അത് കണ്ണിന്റെ ഒന്നും എടുത്തിട്ട്. കണ്ണിന്റെ അത്രയും 1 കിലോമീറ്റർ പോയാൽ കിട്ടൂല. കണ്ണ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തൊഴുതു തിരിച്ചു പോവാണ്. നമുക്ക് വേഗം പോയ ട്രെയിൻ കിട്ടും. 10:55 ട്രെയിൻ. ഇപ്പോൾ 10:38 ആയിട്ടുണ്ട്. വേഗം പോണം. ചങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ വരുന്നത്. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന രാജറാണി എക്സ്പ്രസ്. രാജറാണി ഞാൻ കഴിഞ്ഞിട്ടതാണ്, രാജറാണി മാത്രമേ അറിയുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങോട്ടും ഭയങ്കര തിരക്കായിരുന്നു. അതാ വണ്ടി വിട്ടു. നമ്മൾ കേരളം വണ്ടി വിടുന്ന ഒപ്പായിരുന്നു. ഇവിടെ ഒരു കുരങ്ങ കൂട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇറങ്ങാണ്. ഈ വണ്ടി ഇനി 3:15 പോവുള്ളൂ. കോട്ടയം ട്രെയിൻ ആണ് കേട്ടോ. അറിയിക്കോ. ഫ്രണ്ട്സ്, കാറ്റില്ല ബാക്കത്തെ ടയറിന്. ഞങ്ങൾ കാറ്റടിക്കാൻ വന്നതാണ്. ഇവിടെ വരുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. ഫ്രണ്ട്സ്,
ടാൻ അടിക്കാതെക്കാൻ വേണ്ടിട്ട് ഞാന് ഈ ഷാളൊക്കെ തലയിലിട്ട് പോവാണ്. ഭയങ്കര വെയിറ്റ്. സമയം 12:30 ഉച്ചക്ക്. ഞങ്ങള് രാവിലെ ഒന്നും കഴിച്ചില്ല ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഭയങ്കര വെയിലുമാണ്. ഞാൻ ഈ ഷാള് തലേന്ന് എടുക്കണില്ല ഫ്രണ്ട്സ്. 12:30 ആയിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല, ഫുഡൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തൊട്ടപ്പുറത്തൊരു കട ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ആകെ അലങ്കോലമായിട്ടുണ്ട് ഗൈസ്. വെയിലൊട്ടും കളഞ്ഞിട്ടില്ല. ഞാൻ പക്ഷെ മാക്സിമം ടാൻ അടിക്കാതെ നോക്കി, ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ. സോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇന്നത്തെ റീലുകൾ മൊത്തം എഡിറ്റ് ചെയ്യാനിരിക്കാൻ. ലെൻസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് ഒരു ടൈമേ അറ്റ് വൺസേ ഇടാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചു നേരം കൂടി ഇടാന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ ലെൻസ് കണ്ടോ, ഇതാണ് ഇതാണ് നമ്മളെ ലെൻസ്. ഇതൊരു ഈ ഒരു ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ നമ്മളിത് കളയണം. ഇത് ഡിസ്പോസിബിൾ ലെൻസ് ആയിരുന്നു. ഇത് റബ്ബറാണ് കേട്ടോ, മായ്ക്കാം നമുക്ക്. ഇതുകൊണ്ട് ഊരിയപ്പോൾ ഒരു സമാധാനം ഗൈസ്. ഇത് ആക്ച്വലി 8 to 12 hours ഇടാമെന്നാണ് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ. ഞാൻ കളയാണേ. ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ 6 hours 7 hours ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേനും കളഞ്ഞു ഗൈസ്. ഇനി എന്തേലും കണ്ണായതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വേഗം ഊരി ഗൈസ്. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ മാങ്ങ നോക്ക്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ മാങ്ങ. അത് പഴുത്തു. എങ്ങനെയുണ്ട്? ഉണ്ടോ? ഞങ്ങക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങക്ക് കിട്ടിയില്ല. പറിച്ച് പഴുപ്പിച്ച ആദ്യത്തെ മാങ്ങ. അതെ അതെ. ഒരെണ്ണം പഴുത്ത പോലെ ഒരെണ്ണം കിട്ടിയായിരുന്നു, പക്ഷെ അത് കറക്റ്റല്ലേ. ഫ്രണ്ട്സ്, ചേച്ചി അമ്പലത്തിൽ പോയി വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കടന്നുറങ്ങിയതാണ്. ഇപ്പോഴും ഉറങ്ങാണ് ഗൈസ്. ഫ്രണ്ട്സ്, ഈ കൊട്ടയിൽ ഞാൻ മാങ്ങ പറിക്കാൻ പോകുന്നു ഗൈസ്. മാങ്ങ പറിക്കാൻ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്തിട്ടില്ല, മഴക്കാറും ഇടി വെട്ടുന്നുണ്ട്. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ പറിച്ചോളാം. അവിടെ അല്ല പിടിക്ക, അടി പിടിക്ക്. പൊട്ടിക്ക്. അങ്ങനെ തന്നെ. ദിയമോളോട് ഇന്നലെ മാങ്ങ പറിക്കാൻ പറഞ്ഞപ്പോ ദിയമോൾ എന്താന്ന് പറയുക, ഇതേ പിടിച്ചിട്ടാണ് തൂങ്ങി ദിയമോള്. പിന്നെ ഇതിന്റെ ചോന കണ്ണിലാവാതെ നോക്കണം കേട്ടോ ദിയ. കണ്ണിലായ നൂറും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി. കണ്ടോ, അങ്ങനെ പൊട്ടിക്കുമ്പോ ആ ചോന ഉണ്ടല്ലോ, അത് കണ്ണിൽ പോയാൽ നല്ല നീറ്റലായിരിക്കും. ആ വണ്ടിയിൽ വെച്ചോ കൊട്ട. നല്ല സമയത്താണ് ഗൈസ് മാങ്ങ പറിക്കാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, ആ പുഴു അല്ല ഈച്ച കുത്തിയത് കണ്ടോ, ഈ വെള്ളം കണ്ടോ, ഈ വെള്ളം ഇതാട്ടോ. ഇതൊക്കെ ഈച്ച കുത്തിയതാട്ടോ. ഈച്ച കയ്യിലും ഉണ്ട് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഒരുവിധം ഞങ്ങൾ പറിച്ചു. ഇനി പറിക്കാൻ ഉള്ളത് കാണാനില്ല കേട്ടോ. ഉണ്ട്, പക്ഷെ ആ മറ്റേ ചാമ്പ മരത്തിൻ്റെ ചോട്ടിലാണ്. മോളില് മോളിന് നടുക്കാണ്. ഇനി ഇല്ല കേട്ടോ പറിക്കാൻ. അപ്പൊ ഞാന് അപ്പൊ ഞാൻ കടിച്ചു. നിക്കിമോക്ക് ഇടി പേടിയാണ് കേട്ടോ. നിക്കിമോള് ഇടി വെട്ടുമ്പോ കൊരയ്ക്കും. നമുക്ക് പഴുത്തുണ്ടാവും. അത് നമുക്ക് ഇവിടെ മുറിക്കണം. ഇവിടെ മുറിച്ചാൽ അറിയാൻ പറ്റും പഴുത്തുണ്ടാവും. ഞാൻ മുറിച്ചു തരണോ? മുളകിട്ട് വെച്ചതും മുഖബത്തച്ചാറ്. മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണ അത്ര മതി എനിക്ക്. അല്ലാതെ സുറുക്കേരൊന്നും ഇടേണ്ട ആവശ്യമില്ല. അച്ചാറോ മുളക് മേത്താക്കരുത് കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ഉപ്പ് കുറച്ചിടണം. മതി മതി മതി. കാരണം എന്താന്ന് വെച്ചാല്
ഒരു എക്സ്ട്രാ ഒരു മാങ്ങ ഉണ്ടാവും, ഉപ്പ് മാത്രമായിട്ട്. അപ്പോൾ ഒരു ചവർപ്പ് ഉണ്ടാവും. മാങ്ങയ്ക്ക് ഓൾറെഡി പുളിയാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിത് ട്രൈ ചെയ്യാം. മാങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് വൈൻഡപ്പ് എടുക്കാൻ സമയമായിരിക്കുന്നുണ്ട്. ചേച്ചിപ്പം മയക്കത്തിലാണ്, ചേച്ചിക്ക് ബോധമില്ല ഗൈസ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ഥിരം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.